ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഈ വിശ്വമാം നടനശാലയിലാഗമിച്ചു നിർവാണകാല നിമിഷം വരെ ഒന്നുപോലെ സർവാത്മനാ ഭുവന സേവനമാചരിച്ച സർവാഭിവന്ദ്യ ഗുരുദേവ നമോ നമസ്തേ. താമരത്താരിലേറ്റി ശിവഗിരി കോവിലിൽ പ്രതിഷ്ഠിച്ചു നാരായണൻ. ഭക്തജാലങ്ങൾ നിന്തിരുരൂപത്തെ കണ്ടു വന്നിപ്പാൻ ശാരദേ കൈതൊഴാം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർകൾ, മുഖ്യ ആചാര്യ ശ്രീമതി സുലേഖ മാം, മുഖ്യ അഡ്മിൻ പ്രിയ സഹോദരൻ ശ്രീ അനിൽകുമാർജി, അഡ്മിൻ പാനൽ അംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ബഹുമാന്യ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ എൻ്റെ സ്നേഹ ആദരങ്ങൾ. കർക്കിടക മാസം 1-ാം തീയതി മുതൽ തുടങ്ങി കന്നിമാസം 5-ാം തീയതി പരിസമാപ്തി കുറിക്കുന്ന 68 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മോപദേശ ശതക മഹായജ്ഞാചരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ 1000 കോടി പ്രണാമം ഞാൻ അർപ്പിക്കുന്നു. ഒരു ഉത്തമ ഗൃഹസ്ഥനായിരിക്കുക എന്നുള്ളത് ഉത്തമ സന്യാസിയായിരിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസമുള്ളതാണ് എന്നാണ് ആത്മോപദേശ ശതകത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനായിട്ടാണ് ബ്രഹ്മജ്ഞാനമാർഗം ഗുരു പ്രതിപാദിച്ചിരിക്കുന്നത്. ആത്മോപദേശ ശതകം ആരംഭിക്കുന്ന ശ്ലോകത്തിൻ്റെ ആദ്യ വാക്ക് അറിവെന്നും 100-ാം ശ്ലോകം അവസാനിക്കുന്നത് അമർന്നിടയണം എന്നുമാണ്. അതായത് അറിവിൽ അമർന്നിടയണം എന്നതാണ് ഗുരു 100 ശ്ലോകത്തിലൂടെയും വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നത്. ഈ മഹായജ്ഞത്തിൽ എനിക്ക് മനനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് 33-ാം മന്ത്രമാണ്. നമുക്ക് ശ്ലോകം നോക്കാം. അറിവു നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും അലാതെ സമം തിരിഞ്ഞിടുന്നു. അറിവു നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയും അലാതെ സമം തിരിഞ്ഞിടുന്നു. അറിവ്, ധർമ്മിയായിരിക്കുന്ന അറിവ്, നിജസ്ഥിതി, സ്വന്തം സ്വരൂപവും സ്വഭാവവും ഇങ്ങറിഞ്ഞിടാനായി, നേരിട്ടറിയുന്നതിനായി, ഹര മുതലായ ഭൂമി തുടങ്ങിയ വിഭൂതിയായി തന്നെ പഞ്ചഭൂതങ്ങളെന്ന ധർമ്മം സ്വയം സ്വീകരിച്ചിട്ട് മറിയും അവസ്ഥയിൽ, മാറിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ട് ഏറി മാറി വട്ടം തിരിയും, മാറിയും തിരിഞ്ഞും ചുറ്റിക്കറങ്ങുന്ന അലാതെ സമം, തീക്കൊള്ളി ചുഴറ്റുമ്പോൾ പ്രതീതമാകുന്ന തീവലയം പോലെ തിരിഞ്ഞിടുന്നു, കറങ്ങി പ്രപഞ്ചം ഉണ്ടെന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയെന്നും എന്തിനെന്നും ഉള്ളതാണ് ഈ 33-ാം പദ്യത്തിൽ നമ്മുടെ ധ്യാന വിഷയം. സാധാരണയായി നാം പറയുമ്പോൾ അറിവിനെ
ഇന്നതിനെ സംബന്ധിക്കുന്ന അറിവ്, ഇന്നാരുടെ അറിവ് എന്നൊക്കെ വിചാരിക്കും. എന്നാൽ ഇവിടെ പറയുന്ന അറിവ് അങ്ങനെയുള്ള ഒന്നല്ല. നേരത്തെയുള്ള ശ്ലോകങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ആത്മസ്വരൂപമായി കണ്ടെത്തിയ അറിവ് തന്നെയാണ് ഇതിൽ പറയുന്ന അറിവ്. ഈ അറിവിനെ തന്നെയാണ് നമ്മൾ 4-ാം ശ്ലോകത്തിൽ മനസ്സിലാക്കിയ വിരളത വിട്ടു വിളങ്ങുന്ന മഹത്താം അറിവ് എന്ന് പറയുന്നത്. വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ പറയുന്നതും മതത്തിൻ്റെ ഭാഷയിൽ ഈശ്വരനെന്നും പറയുന്നതും ഒക്കെ ഈ അറിവിനെ തന്നെയാണ്. ഈ പരമസത്യത്തെ അറിവിൻ്റെ സ്വരൂപത്തിൽ കാണുന്നതാണ് ആത്മോപദേശ ശതകത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സ്വീകരിച്ചിട്ടുള്ള രീതി. അറിവിന് അനന്തമായ കഴിവുകൾ ഉണ്ട്. അറിവിൻ്റെ സ്വന്തമായ സിദ്ധി ഉപയോഗിച്ച് മറ്റൊന്നിൻ്റെയും ആശ്രയം കൂടാതെ നിരൂപാധിക സത്തയായ തന്നെ തന്നെ സോപാധിക ചൈതന്യമായ ജഗത്താക്കി കാണുവാൻ വേണ്ടി ഭൂമി തുടങ്ങിയ ഭൂതങ്ങളെ ഉപാധിയാക്കി ചിലപ്പോൾ തുരീയത്തിൽ ചിന്മയമായും ചിലപ്പോൾ സുഷുപ്തിയിൽ അവ്യാകൃത, അതായത് നാമരൂപങ്ങളില്ലാത്ത പ്രാജ്ഞൻ ആയും ചിലപ്പോൾ സ്വപ്നഭുവനങ്ങളെ സൃഷ്ടിക്കുന്ന തൈജസനായും മറ്റു ചിലപ്പോൾ വിവർത്ത സ്ഥൂല രൂപത്തിലെ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഭോക്തൃവിശ്വനായും ഒരവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് കയറി മാറി മറിഞ്ഞ് വട്ടം ചുറ്റുമ്പോൾ തീക്കൊള്ളിയിൽ നിന്നും ഉണ്ടായതായി തോന്നുന്ന വ്യാജ അഗ്നിവലയം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അറിവിന് സ്വയം എന്തും ആകാൻ കഴിയും. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഉണ്ടാക്കിയതായി തോന്നിപ്പിക്കുന്ന പ്രപഞ്ചം, ഭ്രമം കൊണ്ട് പ്രപഞ്ചം ഉണ്ടായതായി കരുതിയാലും കയറിലെ പാമ്പിനെ പോലെ വെറും തോന്നൽ മാത്രമായതിനാൽ കാരണബ്രഹ്മത്തിന് ഒരു ഛേദവും ഉണ്ടാക്കുന്നില്ല. തോന്നിപ്പിക്കുന്ന പ്രപഞ്ചം അറിവിൻ്റെ അവിഭാജ്യ ഘടകമായി നിലകൊള്ളുന്നു. ഈ ശ്ലോകത്തിലെ ഉപമയായ അഗ്നിവലയം വെറും മിഥ്യയാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതേ സ്ഥിതി തന്നെയാണ് നാം ലൗകികർ അനുഭവിക്കുന്ന ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാം. അതിനാൽ നാം പ്രത്യക്ഷ പ്രമാണം കൊണ്ടാണ് അവയെ അനുഭവിക്കുന്നത്. ചുറ്റുന്ന തീക്കൊള്ളിയുണ്ടോ, അഗ്നിവലയമുണ്ട്. അറിവുണ്ടോ, പ്രപഞ്ചമുണ്ട്. ഇവിടെ അനുമാനത്തെ പ്രമാണമാക്കുന്നു. തീക്കൊള്ളി എന്ന ഉപമയുള്ളതിനാൽ ഉപമാന പ്രമാണമായി. പഞ്ചഭൂതങ്ങൾ വെറും മിഥ്യയാണെന്ന സത്യം മഹാഗുരു വിളിച്ചോതുന്നതിനാൽ ശബ്ദപ്രമാണമായി. മഹാഗുരു എത്ര ലളിതമായാണ് സത്യസ്ഥിതി വിവരിച്ചു തരുന്നത്. മാത്രമല്ല ശ്ലോകത്തിൻ്റെ ഉള്ളാഴം അളക്കാനാകാതെ ആഴ്ന്നാഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇനിയും ബാക്കിയുള്ള മന്ത്രങ്ങൾ കൂടി മനനം ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മോപദേശ ശതകത്തിൽ ഗുരു നമുക്ക് ഉപദേശിച്ചു തരുന്ന പൊരുൾ അഥവാ അറിവ് എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ അറിവ് ഞാൻ ഗുരുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ അർപ്പിക്കുന്നു. ഗുരുദേവധർമ്മം ജയിക്കട്ടെ.